പ്രശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 46-ാം വാക്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു. വിലയറിഞ്ഞ് അത് നേടിയെടുക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുകയാണ്. എന്തിൻ്റെ വിലയാണ് നമ്മൾ അറിയേണ്ടത്? സ്വർഗരാജ്യത്തിൻ്റെ വില അറിഞ്ഞാൽ മാത്രമേ അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ത്യാഗം ഏറ്റെടുക്കത്തുള്ളൂ അല്ലേ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉപേക്ഷിക്കണമെങ്കിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കണം അല്ലേ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഒത്തിരിയേറെ ത്യാഗം ചെയ്യാറുണ്ട് അല്ലേ. ഒരു അമ്മ ഗർഭിണിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇഷ്ടങ്ങളെല്ലാം ഇങ്ങനെ മാറ്റിവെക്കുന്നുണ്ട്. യാത്രകൾ ഇഷ്ടമുള്ള ഒരു അമ്മയായിരിക്കും, പക്ഷെ യാത്ര ചെയ്യുമോ? യാത്ര മാറ്റിവെക്കും. കുറെ ഭക്ഷണങ്ങൾ മാറ്റിവെക്കാറുണ്ട്. എന്തുകൊണ്ടാ? ഇവയൊക്കെ ആർക്കു വേണ്ടിയാ? മകൾക്ക് വേണ്ടി, തൻ്റെ കുഞ്ഞിനു വേണ്ടി. മക്കളെ സ്നേഹിക്കുമ്പോൾ മാതാപിതാക്കൾ ആരോഗ്യം പോലും മാറ്റിവെച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം മക്കൾ അവരുടെ ജീവിതത്തില് അത്രയേറെ വിലപ്പെട്ടതാണ്. അതിനുവേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് ഓരോ അപ്പനും അമ്മയും തയ്യാറാവുന്നു. അതേപോലെ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുക, നീ ദൈവരാജ്യത്തിന്റെ വില മനസ്സിലാക്കണം. വില മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ നിന്റെ ജീവിതത്തില്, ഈ ലോകത്തില് ത്യാഗത്തോടുകൂടി പല കാര്യങ്ങള് ഉപേക്ഷിക്കാനായിട്ട് നിനക്ക് സാധിക്കൂ. ദൈവത്തിന്റെ വില മനസ്സിലാക്കാതെയോ ദൈവരാജ്യത്തിന്റെ വില മനസ്സിലാക്കാതെയോ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും ദൈവത്തിന് വേണ്ടിയോ ദൈവരാജ്യത്തിന് വേണ്ടിയോ ത്യാഗം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അത് സാധിക്കണമെങ്കിൽ എനിക്ക് അതിന്റെ വില മനസ്സിലാക്കണം. ദൈവത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ സ്നേഹത്തിന് വേണ്ടി എന്തുമാത്രം ത്യാഗം ഞാൻ ഏറ്റെടുക്കും അല്ലെ. സ്വർഗരാജ്യത്തെ സ്നേഹിച്ചാലും അതേപോലെ തന്നെയാണ്. ആ സ്വർഗം നേടാൻ വേണ്ടി പലതും സന്തോഷത്തോടുകൂടി ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തില് ബെസ്റ്റ് ഫ്രണ്ട്സ് കാണും അല്ലെ. ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളോട് പറയുന്നത് കേൾക്കാനായിട്ട് ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കാം, ഇച്ചിരി ത്യാഗമുള്ള കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ ഇഷ്ടക്കേടൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ത്യാഗത്തോടുകൂടി നമ്മളത് ഏറ്റെടുക്കാറുണ്ട് അല്ലേ. സന്തോഷത്തോടുകൂടി നമ്മളത് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ ആ സ്നേഹം, അതിൻ്റെ വില, ഓരോ ഫ്രണ്ട്ഷിപ്പിനും നമ്മൾ കൊടുക്കുന്ന വില അനുസരിച്ചാണ് അവർക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുക. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും സ്നേഹിച്ചാല് അവർക്ക് വേണ്ടി അധ്വാനിക്കാനായിട്ട് ഞാൻ തയ്യാറാവും. അവർ പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ തയ്യാറാവും. മറിച്ച് ഞാൻ അവരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും ഞാൻ ചെയ്യത്തില്ല. ഇത് തന്നെയാണ് എൻ്റെ ഈശോ പറയുന്നത്. നീ ദൈവത്തെ സ്നേഹിക്കേ, ദൈവരാജ്യത്തെ സ്നേഹിക്കേ, എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തില് ആ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് പറ്റുള്ളൂ. നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ആ ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നീ പരിശ്രമിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് ഈ ദൈവത്തെയും ദൈവരാജ്യത്തെയും സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവമാണ്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റു പല വ്യക്തികൾക്കോ പല സാധനങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമ്പത്തിനോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദൈവമാകുവാനായിട്ട്, ആ ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടുകൂടി ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.